ഒരു ചെറിയ കഫേ കാണാനും ആ കഫേ നടത്തുന്ന ആളുകളെ പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നുള്ളത് തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിനകത്താണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. ചായ കുടിക്കാൻ വിളിക്കുന്നില്ലേ? എന്നാ ബാ. ഇവർ ഡൗണേ അല്ല, എപ്പോഴും ഇതേ ഊർജ്ജമാണ് ടോണിക്കും സുഹൃത്തുക്കൾക്കും. കഴക്കൂട്ടം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ ഡൗൺ സിൻഡ്രം ബാധിച്ച ഒട്ടും ഡൗൺ അല്ലാത്ത ഇവർ നടത്തുന്ന കഫേയാണ് അപ്പ് കഫേ. ഡൗൺ ആയ ട്രാവലർ രൂപമാറ്റം വരുത്തി അപ്പ് കഫേ ആക്കി മാറ്റുകയായിരുന്നു. അടുക്കളയും 25 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന സംവിധാനവും ഇതിലുണ്ട്. രക്ഷകർത്താക്കളാണ് പാചകത്തിന്റെ മേൽനോട്ടം. ഓർഡർ എടുക്കുന്നതും വിളമ്പുന്നതും കുട്ടികൾ തന്നെ. ഓർഡർ എടുക്കാൻ പ്രത്യേകം ഓർഡർ ഷീറ്റുമുണ്ട്. പണം വാങ്ങി ബാക്കി കൊടുക്കുന്നതും ഈ മിടുക്കന്മാർ തന്നെ. എത്രയായി? 60 അല്ലേ? കറക്റ്റ് അല്ലേ? ഇഷ്ടപ്പെട്ടോ ജോലി? ഇഷ്ടപ്പെട്ടു? ഒരുപാട്. ജോലി എങ്ങനെയുണ്ട്? എളുപ്പമുണ്ടോ? ചായ ഇടാനൊക്കെ അറിയോ? അടിപൊളിയാണോ? എല്ലാരും വരുമോ? ബില്ലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കച്ചവടമുണ്ടോ? ദിവസവും വൈകിട്ട് 3:30 മുതൽ 4:30 വരെയാണ് പ്രവർത്തന സമയം. കഴിഞ്ഞ വർഷം ശ്രീ ഗോപിനാഥ് മുതുകാട് ജപ്പാനിൽ സോഫിയ യൂണിവേഴ്സിറ്റിയുടെ ക്ഷണപ്രകാരം അവിടെ പോയപ്പോൾ ജപ്പാനിൽ കണ്ട ഒരാശയമാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർക്ക് പല മേഖലയിൽ അവരെ തൊഴിൽ പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ തൊഴിൽ മേഖലയിൽ അവരെ വിന്യസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. കുട്ടികളുടെ അമ്മമാരുടെ സൊസൈറ്റിയായ കരിസ്മയിലേക്കാണ് ഇവരുടെ ശമ്പളവും ലാഭവും പോകുന്നത്. ഈ തുക ഈ മിടുക്കന്മാരുടെ ക്ഷേമത്തിനായി തന്നെ വിനിയോഗിക്കും. അപ്പം ഈ പ്രദേശം വഴി പോകുന്നവർ, മാജിക് പ്ലാനറ്റ് കാണാനായിട്ട് എത്തുന്നവരൊക്കെ തന്നെ ഇവിടെ കയറുക, ഇവിടുത്തെ ചായയൊക്കെ കുടിക്കുക, കുട്ടികളുമായിട്ട് സംസാരിക്കുക, അവർക്ക് പറയാനുള്ള കഥ കൂടെ കേൾക്കുക. ക്യാമറമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇങ്ങനെ കഫേയൊക്കെ തുടങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടികൾക്കും ആയിക്കൂടാ? ഗോകുൽ അവിടെ നേരിട്ട് പോയതാണല്ലോ. എങ്ങനെയാണ് പ്രവർത്തന സമയം? അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയാണ് പറയുന്നത്? എല്ലാവരും എങ്ങനെയാണ്? അടിപൊളി പാചകക്കാരൊക്കെയാണോ? അവിടുത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? എന്താണ് അവർ പറഞ്ഞത്? പറയൂ. പൂജ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ പാചകം അമ്മമാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർക്കൊരു സ്കില്ല് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടൊരു കഫേ തുടങ്ങിപ്പിക്കുകയും ആ കഫേയുടെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കുന്നതും ചായ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതും സ്നാക്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്നാക്സ് അടക്കമുള്ള കൊടുക്കുന്നതൊക്കെ തന്നെ കുട്ടികളാണ്. അപ്പോൾ അതിനൊരു കൗതുകമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസാരം കേൾക്കാൻ അവർക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. നമ്മൾ കയറി ഇരിക്കുമ്പോഴേ സംസാരം തുടങ്ങും, കഥകൾ തുടങ്ങും. പിന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അപ്പം ചായ കൊണ്ട് കൊടുക്കുന്നതും അത് ക്ലീൻ ആക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ. ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമാണ് അതിൻ്റെ പ്രവർത്തനം. 3:30 സമയം തൊട്ട് 4:30 വരെയുള്ള സമയത്താണ് അവരുടെ ഒരു പ്രവർത്തനമൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് അവർ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, സമൂഹവുമായി കൂടുതൽ ഇടപഴകുന്നു. അതൊക്കെ തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിത് തിരക്കിയപ്പോൾ അറിഞ്ഞത് ഇപ്പം മന്ത്രി, നമ്മുടെ KSRTC വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഇത് ശക്തമായി മുമ്പോട്ട് പോകുന്ന സ്ഥിതിക്ക് അവർക്ക് ഒരു വാഹനം കൂടെ എക്സ്ട്രാ കൊടുക്കാം, പുതിയൊരു വാഹനം കൂടെ കൊടുക്കാമെന്ന് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പ്രവർത്തനമൊക്കെ മാജിക് പ്ലാനറ്റിന് പുറത്തേക്ക് കൂടെ വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. അപ്പം അത്തരത്തിൽ കുട്ടികളെ കൂടുതൽ സ്കിൽഡ് ആക്കുക, അവർ സമൂഹവുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. അപ്പം ഈ പേര് തന്നെ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളാണ്. അപ്പം അവർ തുടങ്ങുന്ന ഒരു കഫേക്ക് അപ്പ് കഫേ ഒരിക്കലും ഡൗൺ ആകാതെ അപ്പായി നിൽക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കഫേയാണ്. എന്തായാലും അതിൻ്റെ പ്രവർത്തനമൊക്കെ അവിടെ പോകുന്ന ആളുകൾ, പുറത്തുനിന്ന് പോകുന്ന ആളുകളൊക്കെ തന്നെ അത് കാണണം, അവരുമായിട്ട് ഇടപഴകണം, സംസാരിക്കണം. അവർക്കും അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പോയിരുന്നു, ചായ കുടിച്ചു, അവരുമായിട്ട് സംവദിച്ചു. അപ്പോൾ അവർക്ക് ഒരുപാട് കഴിവുകൾ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കൂടുതൽ സമൂഹത്തിലേക്ക് ഇടപഴകാനും ആളുകളെ കാണാനും ഒക്കെയുള്ള അവരുടെ ഒരു അവസരം കൂടെയാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇത്തരത്തിൽ അപ്പ് കഫേ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. വളരെ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത്. എന്തായാലും പൂജ അടക്കമുള്ള ആളുകൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതാണ്. അവിടുത്തെ ചായ അടക്കമുള്ള കാര്യങ്ങൾ എന്താ പറയുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ഒരു സമയത്ത് അവിടെ സ്പെൻഡ് ചെയ്യാനും സാധിക്കും.